രാജ്യത്ത് 10% സംവരണം നടപ്പാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഏറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. മുന്നോക്കക്കാരിൽ പിന്നോക്കം നിൽക്കുന്നവർക്കാണ് സംവരണം ഏർപ്പെടുത്തുന്നത്. അടിയന്തര മന്ത്രിസഭാ യോഗത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ഇത് സാമ്പത്തിക സംവരണമാണെന്നാണ് മോദി സർക്കാരും ബിജെപിയും അവകാശപ്പെടുന്നത്. എന്നാൽ നിലവിലുള്ള സാമുദായിക സംവരണം നിലനിർത്തി അധികം ഒരു 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് കൊടുത്താൽ അതെങ്ങനെ സാമ്പത്തിക സംവരണമാകുമെന്നാണ് ഇതിനെക്കുറിച്ച് മുന്നോക്ക സമുദായാംഗങ്ങൾ തന്നെ ചോദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഇതുവരെ സാമുദായിക സംവരണത്തെ മാത്രമേ അംഗീകരിച്ചിട്ടുള്ളൂ. നിലവിൽ OBC, പട്ടികജാതി പട്ടികവർഗക്കാർക്കാണ് സംവരണം നൽകുന്നത്. അത് പരിഷ്കരിച്ച് 8 ലക്ഷത്തിന് താഴെ വാർഷിക വരുമാനമുള്ളവർക്ക് കൂടി സംവരണം നൽകുവാനാണ് പരിപാടി. സർക്കാർ ജോലികളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുമാകും ഇത് നൽകുക. അതിന് ഭരണഘടനാ ഭേദഗതിയും കൊണ്ടുവരേണ്ടതുണ്ട്. ഏറെക്കാലമായി RSS ഉൾപ്പെടെയുള്ള സവർണാനുകൂല സംഘടനകൾ ആവശ്യപ്പെടുന്നതാണ് സാമ്പത്തിക സംവരണം. കേരളത്തിൽ NSS ആണ് ഇതിന് മുമ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഈ നടപ്പാക്കുന്ന 10% സംവരണം അതല്ല എന്നതാണ് സത്യം. RSSഉം NSSഉം പറയുന്നത് നിലവിലുള്ള സാമുദായിക സംവരണം എടുത്തുകളഞ്ഞ് സാമ്പത്തിക സംവരണം ആസ്ഥാനത്ത് കൊണ്ടുവരണമെന്നാണ്. ഇവിടെ അധികമായി ഒരു 10% സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ചെയ്യുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനെ സാമ്പത്തിക സംവരണമായി കൊട്ടിഘോഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് മോദിക്ക് തന്നെ അറിയാം. തിരഞ്ഞെടുപ്പിന് ഇനി വെറും 3 മാസം മാത്രമാണുള്ളത്. ഇത് കൊണ്ടുവരുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കുക എളുപ്പമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് ശുദ്ധമായ രാഷ്ട്രീയ തട്ടിപ്പായാണ് നിരീക്ഷകർ കാണുന്നത്. 16ാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിന്റെ അവസാന ദിവസം ബിൽ കൊണ്ടുവരാനുള്ള നീക്കത്തിനു പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണുള്ളത്. സാമ്പത്തിക സംവരണം BJPയുടെ പ്രഖ്യാപിത നയമാണെങ്കിലും ഇത്രയും കാലം മിണ്ടാതിരുന്നിട്ട് അവസാന സമയത്ത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നതിന് പിന്നിലെ ഉദ്ദേശശുദ്ധി പ്രതിപക്ഷം ചോദ്യം ചെയ്യുന്നുണ്ട്. മുന്നോക്ക സംവരണത്തെ പ്രതിപക്ഷം തത്വത്തിൽ എതിർക്കില്ലെങ്കിലും ബില്ല് കൊണ്ടുവരുന്ന രീതിയും സമയവും ഒട്ടേറെ തർക്കങ്ങൾക്ക് കാരണമാകും. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഉത്തരേന്ത്യയിൽ BJPയുടെ വോട്ട് ബാങ്കായ മുന്നോക്ക വിഭാഗം ഉൾപ്പെടെ തിരിഞ്ഞുകുത്തിയ സന്ദർഭത്തിലാണ് ഈ രാഷ്ട്രീയ കളിയുമായി വന്നിരിക്കുന്നതെന്ന് വ്യക്തം. ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാനുള്ള സാവകാശമോ ഭൂരിപക്ഷമോ ഇപ്പോൾ സർക്കാരിനില്ല. രാജ്യസഭയിൽ മാത്രമല്ല ലോക്സഭയിൽ തന്നെ BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലാത്ത സ്ഥിതിയാണ്. ഭരണഘടനാ ഭേദഗതിക്ക് ആവശ്യമായ 3ൽ 2 ഭൂരിപക്ഷത്തിന് എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും സഹായം വേണ്ടിവരും. മുന്നോക്ക സംവരണത്തോട് എതിർപ്പില്ലെങ്കിലും ഭരണഘടനാ ബില്ലിനെ പിന്തുണച്ച് സർക്കാരിന് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി കൊടുക്കാൻ പ്രതിപക്ഷം തയ്യാറാവില്ല. ഇക്കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാർ ഈ ബില്ല് കൊണ്ടുവരുന്നത്. സാമ്പത്തിക സംവരണത്തിനു പകരം കൊണ്ടുവന്ന ഈ തട്ടിപ്പിനെ NSS പോലുള്ള ഒരു സാമുദായിക സംഘടന സ്വാഗതം ചെയ്തത് വഞ്ചനയായാണ് മുന്നോക്ക സമുദായത്തിലെ പലരും കാണുന്നത്. ചുരുക്കത്തിൽ ഇതൊരു രാഷ്ട്രീയ കളിയാണ്. ആത്മാർത്ഥത ഒട്ടുമില്ലാതെ ദരിദ്രരെയും സമുദായങ്ങളെയും പറഞ്ഞു പറ്റിക്കുന്ന ഏർപ്പാട് മാത്രമായേ പലരും ഇതിനെ കാണുന്നുള്ളൂ. മുന്നോക്ക സമുദായത്തിൽ തന്നെ പലരും എതിർപ്പുമായി എത്തിയിട്ടുണ്ട്. സാമുദായിക സംവരണത്തിൽ വെള്ളം കലർത്തുന്നതിനെതിരെ പിന്നോക്ക വിഭാഗവും രംഗത്ത് വന്നു കഴിഞ്ഞു. ഈ കലക്കലിനിടയിൽ എത്രമാത്രം വോട്ട് പെട്ടിയിലാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.